ഇന്ന് നമ്മുടെ മലയാള വിദ്യാർത്ഥികൾ കേരളത്തിലോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലോ MBBS പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന അത്രയേറെ സ്റ്റുഡൻസ് തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും MBBS പഠിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശത്ത് MBBS പഠിക്കാനായി പോയ കാലം മുതൽ തന്നെ നോർമലി ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ്, ഈ വിദ്യാർത്ഥികൾ പോകുന്ന വിദേശ യൂണിവേഴ്സിറ്റികൾ അത്ര ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റികളാണോ? അവർക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ ഡോക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത് പോലെ തന്നെ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം വളരെ കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ MBBS പഠനവും വിദേശ രാജ്യങ്ങളിലെ MBBS പഠനവും എങ്ങനെയാണ് എന്നും ഇതിന്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് ഓൾ ഓവർ ദ വേൾഡിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻ കരിക്കുലം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു മെഡിക്കൽ എഡ്യൂക്കേഷൻ കരിക്കുലത്തെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് യൂറോപ്യൻ കരിക്കുലവും മറ്റൊന്ന് പറയുന്നത് അമേരിക്കൻ കരിക്കുലവുമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ഫോളോ അപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ കരിക്കുലമാണ്. ഇനി നമ്മൾ സൗത്ത് അമേരിക്കൻ അതുകൂടാണ്ട് നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളും നമ്മുടെ ഏഷ്യയിലുള്ള ഫിലിപ്പൈൻസ് പോലുള്ള ചില രാജ്യങ്ങളും ഇന്ന് ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കരിക്കുലവുമാണ്. സോ എന്താണ് ഈ ഒരു യൂറോപ്യൻ കരിക്കുലവും അമേരിക്കൻ കരിക്കുലവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? യൂറോപ്യൻ കരിക്കുലത്തിനകത്ത് ഒരു വിദ്യാർത്ഥി ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് തന്നെ ആളുടെ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിനിക്കലോ നോൺ ക്ലിനിക്കലോ ആയിട്ടുള്ള സബ്ജക്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഇത് നമ്മൾ അമേരിക്കൻ കരിക്കുലത്തിലോട്ട് പോകുന്ന സമയത്ത് ആളുടെ ഫസ്റ്റ് അക്കാഡമി സെക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 1.5 മുതൽ 4 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഫസ്റ്റ് അക്കാഡമി സെക്ഷൻ എന്ന് പറയുന്നത് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിഗ്രി സബ്ജക്ട്സ് ആയിരിക്കും ഈ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത്. അതിനുശേഷമായിരിക്കും ആൾ എന്ത് ചെയ്യുന്നത്, ആളുടെ മെഡിക്കൽ പഠനത്തിലോട്ട് പോകാനായിട്ട് പോകുന്നത്. ഈ ഒരു 1.5 മുതൽ 4 വർഷം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ കൺട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫസ്റ്റ് വരുന്ന ഡിഗ്രി പഠനത്തിന്റെ ഡ്യൂറേഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഫിലിപ്പൈൻസ് എടുക്കുകയാണെങ്കിൽ 1.5 വർഷമാണ് ബേസിക് സയൻസ് വരുന്നത്. ഈ സെയിം കാര്യം നമ്മളിപ്പോ അമേരിക്ക എടുക്കുകയാണെങ്കിൽ അമേരിക്കയിൽ 4 വർഷമാണ് ബേസിക് സയൻസ് വരുന്നത്. അമേരിക്കൻ കരിക്കുലത്തിൽ നമ്മുടെ കോഴ്സ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സയൻസ് പ്ലസ് MD പ്രോഗ്രാം BSMD എന്നാണ് കോഴ്സ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ യൂറോപ്യൻ കരിക്കുലത്തിലോട്ട് വരുന്ന സമയത്ത് ഡിപ്പെൻഡ്സ് ഓൺ കൺട്രി എന്നുണ്ട്, കോഴ്സിന്റെ നെയിമിൽ ചേഞ്ച് വരുന്നുണ്ട്. പക്ഷേ കോഴ്സിന്റെ സ്ട്രക്ചർ ഏകദേശം നമുക്ക് സെയിം ആണ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കോഴ്സ് അറിയപ്പെടുന്നത് MBBS എന്നാണ്. ഇനി നമ്മൾ നേപ്പാളിലോ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഒക്കെ പോയാലും ഈ ഒരു കോഴ്സ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBS എന്ന് തന്നെയാണ്. ഇനി നമ്മൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലോട്ട് പോകുന്ന സമയത്ത് കോഴ്സ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MD ജനറൽ ഫിസിഷ്യൻ എന്നാണ്. ഇനി ചില സ്ഥലങ്ങളിൽ എന്താണ് ഡിപ്ലോമ ഇൻ ജനറൽ ഫിസിഷ്യൻ എന്നൊക്കെ കോഴ്സ് അറിയപ്പെടുന്നുണ്ട്. സോ നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് ഉള്ള കോഴ്സിന്റെ സ്ട്രക്ചർ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് യൂറോപ്യൻ റെഗുലേഷനും മറ്റൊന്ന് പറയുന്നത് അമേരിക്കൻ റെഗുലേഷനുമാണ്. ഇന്ത്യയിലും വിദേശത്തുമായി MBBS പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന ടോട്ടൽ സബ്ജക്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ടോട്ടലായിട്ട് 19 സബ്ജക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് എൻറ്റയർ കോഴ്സിന്റെ ഡ്യൂറേഷനിൽ അവർ പഠിക്കുന്നത്. നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഇന്ത്യയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 വർഷമാണ്. ഈ ഒരു 4.5 വർഷത്തിനുള്ളിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കലും നോൺ ക്ലിനിക്കലുമായിട്ടുള്ള 19 സബ്ജക്ട്സ് ആണ് പഠിക്കുന്നത്. ഇനി നമ്മൾ വിദേശ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് സബ്ജക്ട്സിൽ ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി നമ്മൾ കോഴ്സിന്റെ ഡ്യൂറേഷൻ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇയർ പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ 6 ഇയേഴ്സ് എൻറ്റയർ കോഴ്സോ എന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ്സ് ഓൺ കൺട്രി ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മളിപ്പോ ECTS സിസ്റ്റം, യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന രാജ്യങ്ങളാണ് നിങ്ങൾ പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത് എങ്കിൽ അവിടുത്തെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 6 ഇയേഴ്സ് ആണ്. 6 ഇയേഴ്സ് 360 ക്രെഡിറ്റ്സ് എന്ന രീതിയിൽ, അത് ഒരു വർഷം 60 ക്രെഡിറ്റ്സ് വെച്ചിട്ട് 360 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമ്മൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലോട്ട് വരുന്ന സമയത്ത് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലെ കോഴ്സിന്റെ ഡ്യൂറേഷൻ 5 പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് എന്ന രീതിയിലും 6 ഇയേഴ്സ് ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പ് എന്ന രീതിയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഡിഫറൻസ് വരുന്നത്. സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ഒക്കെ പോലുള്ള രാജ്യങ്ങളാണ് 5 പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ 6 ഇയേഴ്സ് ഇൻക്ലൂഡിംഗ് ഇന്റേൺഷിപ്പോ എന്ന രീതിയിൽ എന്ത് വരുന്നത്, കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. സോ നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങളിലെ സബ്ജക്ട്സിൽ ഇന്ത്യയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നത് കൂടാണ്ടുള്ള ലാംഗ്വേജ് സബ്ജക്ട്, എസ്പെഷ്യലി ലാറ്റിൻ പോലുള്ള സബ്ജക്ട് ഇവർ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് കൂടാണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇവർ ആ രാജ്യങ്ങളിൽ പോയിട്ട് ആ രാജ്യത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിക്കേണ്ടതായി വരും. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ ക്ലിനിക്കൽ പ്രാക്ടീസിന് പോകുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. സോ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, അവരുമായി സംസാരിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യണം, ലോക്കൽ ലാംഗ്വേജ് പഠിക്കേണ്ടി വരും.
അത് കൂടാണ്ട് ചില രാജ്യങ്ങളും ചില യൂണിവേഴ്സിറ്റികളും എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ മെഡിസിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റെഗുലേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് അടക്കമുള്ള സബ്ജക്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ക്ലിനിക്കൽ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സ് നോക്കുന്ന സമയത്ത് ബേസിക്കായി എന്താണോ ഇന്ത്യയിൽ പഠിക്കുന്ന അത്രയും സബ്ജക്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വിദേശത്തും പഠിക്കുന്നുണ്ടാവും. അത് കൂടാണ്ട് ചില സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് വിദ്യാർത്ഥികൾ അഡീഷണൽ ആയും എന്ത് ചെയ്യുന്നുണ്ട്, വിദേശത്ത് പഠിക്കുന്നുണ്ട്. അത് കൂടാണ്ട് ലാംഗ്വേജസ്, കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്ട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അഡീഷണൽ ആയി പഠിക്കുന്നുണ്ട്. സോ നമ്മൾ തിയറട്ടിക്കൽ പാർട്ട് നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഉള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വിദേശത്തുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പിന്നെ നോർമലി നമ്മുടെ വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് നമ്മൾ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികൾ റെക്കഗ്നൈസ്ഡ് ആണോ അല്ലെങ്കിൽ അപ്രൂവൽ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത് എന്നുള്ളൊരു കാര്യം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളിപ്പോ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മെഡിക്കൽ എഡ്യൂക്കേഷന്റെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആണ്. സോ ഇന്ത്യയിൽ NMCന്റെ അപ്രൂവലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ഇവിടെ രജിസ്ട്രേഷൻ കിട്ടി വർക്ക് ചെയ്യൽ പോസിബിൾ ആവത്തുള്ളൂ. സോ അതുപോലെ തന്നെ നിങ്ങൾ വിദേശത്ത് പോയിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റീസിന് അതത് രാജ്യങ്ങളുടെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയുടെ അപ്രൂവൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാണ്ട് നമ്മളിപ്പോ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അപ്രൂവൽ ഉള്ളതാണോ, അത് കൂടാണ്ട് WFME വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അപ്രൂവൽ ഉള്ളതാണോ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന്റെ മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ വിദേശത്ത് പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ ഇന്ത്യയിലോട്ട് വന്ന് വർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ 2021 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ FMGL റെഗുലേഷൻ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ഗസറ്റിൽ പറയുന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്താൽ മാത്രമേ തിരിച്ച് നിങ്ങൾക്ക് ഇന്ത്യയിലോട്ട് വന്ന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ഗസറ്റിൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും എന്ത് ചെയ്യണം, വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിലും പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം വളരെ മാൻഡേറ്ററി ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സോ ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പർലി നോക്കുക. ഇന്ത്യയിൽ നമ്മൾ പഠിക്കുന്ന 19 സബ്ജക്ട്സും ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്നൊരു കാര്യം നോക്കുക. അതിന്റെ കൂടാതെ നിങ്ങൾ അഡീഷണൽ സബ്ജക്ട്സ് പഠിച്ചു എന്നതുകൊണ്ട് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ റെക്കഗ്നൈസേഷനുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികൾ അതത് രാജ്യത്തിന്റെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയുടെ അപ്രൂവൽ, അത് കൂടാണ്ട് ഈ പറയുന്ന പോലെ WFMEയും WHO അപ്രൂവൽ ഉണ്ടോ എന്നുള്ളൊരു കാര്യം പ്രോപ്പർലി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇന്നിപ്പോ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയറസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലോ അത് കൂടാണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ഫൈനൽ പാഷൻ എന്ന് പറയുന്നത് വളരെ ഡിഫറന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഇന്ത്യയിൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മോർ ദാൻ 90% വിദ്യാർത്ഥികളും അവരുടെ PGക്ക് പോകുന്ന സമയത്ത് അവർ നോർമലി ചൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ക്ലിനിക്കൽ സബ്ജക്ട്സുകളായിരിക്കും അല്ലെ. ഇനി നമ്മൾ ഇപ്പൊ നടക്കുന്ന PGയുടെ കൗൺസിലിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന റാങ്കിൽ മേ ബി പോയിട്ടുണ്ടാവുന്ന റേഡിയോളജി, ഡെർമറ്റോളജി, പീഡിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഓർത്തോ ഇങ്ങനെയുള്ള സബ്ജക്ട്സുകളായിരിക്കും ഏറ്റവും ഉയർന്ന റാങ്കിൽ നിന്ന് അലോട്ട്മെന്റ് നടന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ നമ്മൾ വിദേശ രാജ്യങ്ങൾ എടുക്കുകയാണ്. ഞാൻ ഈ വിദേശ രാജ്യങ്ങൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ യൂറേഷ്യൻ രാജ്യങ്ങളോ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ എടുക്കുകയാണ് എങ്കിൽ അവിടെ വിദ്യാർത്ഥികളുടെ പാഷൻ എൻറ്റോർലി ഡിഫറെന്റ് ആണ്. അവർക്ക് നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സുകളിൽ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതലായി ഉണ്ടാവുന്നത്. ഇപ്പോ ഇന്ത്യയിൽ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്തു, ടോപ്പ് മാർക്ക് മേടിച്ചതിന് ശേഷം മൈക്രോബയോളജിയോ അല്ലെങ്കിൽ ഫിസിയോളജിയോ പോലെ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ട് റിസർച്ചിന് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൂക്കത്ത് ഇങ്ങനെ വിരൽ വെക്കും, ശരിയല്ലേ? ബിക്കോസ് ഇത്രയും റാങ്കുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് റേഡിയോളജിയോ അല്ലെങ്കിൽ ഡെർമറ്റോളജിയോ ഒക്കെ എടുത്ത് സെറ്റിൽ ആയിട്ടിരുന്നു കൂടാ, ഇത്തരം സബ്ജക്റ്റുകൾ എന്തിനാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന ചോദ്യം തന്നെ നമുക്കുണ്ടാവും അല്ലെ. അത് നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുകളുടെ ഫീസ് അനലൈസ് ചെയ്താൽ തന്നെ, ഇപ്പൊ പ്രൈവറ്റ് കോളേജുകളിലെ PG ഡിപ്പാർട്ട്മെന്റ് ഫീസ് അനലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. ബിക്കോസ് പ്രൈവറ്റ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ ഫീസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോളജിക്കും ഡെർമറ്റോളജിക്കും പീഡിയാട്രിക്സ് പോലുള്ള സബ്ജക്റ്റുകളായിരിക്കും. ദെൻ നമ്മൾ ഏറ്റവും താഴെ അനാട്ടമിയോ ഫോറൻസിക് മെഡിസിനോ അല്ലെങ്കിൽ പത്തോളജിയോ ഫാർമക്കോളജിയോ ഒക്കെ പോലുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ വളരെ തുച്ഛമായ ഫീസും ഇത് എടുക്കാൻ തന്നെ ആൾക്കാരില്ലാത്ത ഒരു അവസ്ഥയും നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷെ വിദേശ യൂണിവേഴ്സിറ്റികളുടെ സിസ്റ്റം എൻ്റർലി ഡിഫറെന്റ് ആണ്. അവിടെ ടോപ്പായിട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ നോൺ ക്ലിനിക്കൽ സബ്ജക്ട്സുകൾ എടുത്തിട്ട് റിസർച്ച് ലെവലിൽ പോയിട്ട് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ യൂണിവേഴ്സിറ്റികളിൽ ലോങ് ടൈം റിസർച്ചുകൾക്കുള്ള ഓപ്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ്. ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു റിസൾട്ട് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് എന്താണ് ഈ നോബൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് മെഡിസിൻ അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറഞ്ഞ വിഭാഗത്തില് നോബൽ പ്രൈസ് നേടിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഈ സ്ഥാനത്ത് നമ്മളിപ്പോ എന്ത് ചെയ്തു, പിന്നെ UK അല്ലെങ്കിൽ അമേരിക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ മിനിമം 25-30 പേരൊക്കെ ഈ ഫീൽഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നോബൽ പ്രൈസ് നേടിയിട്ടുണ്ടാവും. സോ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന്റെയും അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളുടെ വിദ്യാർത്ഥികളുടെയും ഒരു എൻറ്റയർ എയിമിനകത്ത് വളരെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സ്റ്റഡി കോസ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലൂടെ വരുന്ന സമയത്ത് ഇന്ത്യയിലെ മെഡിക്കൽ പഠനം വളരെ കോസ്റ്റ് കൂടുതലാണ് എന്നാണ് നമ്മുടെ നോർമലി ഉള്ള ഒരു ചിന്താഗതി. പക്ഷേങ്കിൽ നമ്മുടെ ഗവൺമെന്റ് കോളേജസിൽ തുച്ഛമായ ഫീസിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. 25,000 രൂപ മുതലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് കോളേജസിൽ നമുക്ക് MBBS പഠിക്കാനായിട്ട് സാധിക്കും. ഇയർലി ഫീസ്, അത് കൂടാണ്ട് ഹോസ്റ്റൽ ഫീസൊക്കെ വളരെ കുറഞ്ഞ ഫീസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇന്ത്യയിലുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോകുന്ന സമയത്ത് ഫീസ് വളരെ കൂടുതലാണ്. മേ ബി എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും സെൽഫ് ഫൈനാൻസിങ് സെക്ടറിൽ ഏറ്റവും ഫീസ് കുറവുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. കേരളവും എന്ത് ചെയ്യുന്നുണ്ട്, വർഷം മിനിമം 8 ലക്ഷം രൂപ ട്യൂഷൻ ഫീസ് വെച്ച് മേടിക്കുന്നുണ്ട്. അതായത് മിനിമം 50 ലക്ഷം രൂപ ഇല്ലാണ്ട് കേരളത്തിൽ നിന്നും MBBS പഠിക്കൽ പോസിബിൾ അല്ല. അങ്ങനെ കിട്ടണമെങ്കിൽ തന്നെ ഇന്ന് നീറ്റിന് മിനിമം 500 മാർക്ക് ഇല്ലാണ്ട് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ പോസിബിൾ അല്ലാത്തൊരു സാഹചര്യമുണ്ട്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകും മിനിമം 75 ലക്ഷവും 1 കോടിയും 1.25 കോടിയും ഒക്കെ നമുക്ക് ടോട്ടൽ ബഡ്ജറ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ എബ്രോഡ് MBBSന്റെ കേസിൽ നമ്മൾ ബഡ്ജറ്റിലോട്ട് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കേരളത്തിൽ നിന്ന് എബ്രോഡ് MBBS ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്ന കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ഏഷ്യൻ കൺട്രീസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത്, ബൾക്കായിട്ട് പോകുന്ന സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ പഴയ സോവിയറ്റ് യൂണിയൻ കൺട്രികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ റഷ്യ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, തജിക്കിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങളാണ് മെയിൻ ആയിട്ട്, മോൾഡോവ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, വിദ്യാർത്ഥികൾ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു രാജ്യങ്ങളുടെ ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ബഡ്ജറ്റ് ഏകദേശം 25 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷെങ്കിൽ ഇതിനകത്ത് വരുന്നൊരു വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇന്ത്യയിൽ ഉള്ളതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നല്ല കോളേജസും മോശം കോളേജസും ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് എന്ന് പറയുന്ന സംവിധാനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇന്ത്യയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ല സംവിധാനം തന്നെയാണ്. ഇനി ഇന്ത്യയിലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ നമ്മൾ എടുക്കുകയാണ് എങ്കിൽ ഒരു 10 മുതൽ 15% കോളേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ഒക്കെ വളരെ കുറവുള്ള, ഫെസിലിറ്റി ഒക്കെ വളരെ കുറവുള്ള കോളേജുകൾ ഉണ്ടാകാം. ഇതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നല്ല കോളേജസും മോശം കോളേജസും ഉണ്ട്. ഇപ്പോ നോർമലി വിദേശ രാജ്യങ്ങൾ എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കോളേജസും ഗവൺമെന്റ് കോളേജസ് ആണ്. ഇനി പറയുന്ന എല്ലാ കോളേജസും ഗവൺമെന്റ് കോളേജ് ആണ് എങ്കിലും ഇതെല്ലാം നല്ല കോളേജ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കത്തില്ല. സോ നിങ്ങൾ ഈ ബഡ്ജറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾ നോക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജസ് വളരെ മോശമായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മോശം കോളേജുകളിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നൊരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ FMG റിസൾട്ട് വളരെ താഴ്ന്നു പോകുന്നത്. കാര്യം വിദ്യാർത്ഥി പഠിക്കുന്ന കോളേജിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ തിരിച്ചിവിടെ വന്നിട്ട് ഇവിടുത്തെ എക്സാം എഴുതി പാസ്സാവൽ എന്തായാലും പോസിബിൾ അല്ല. സോ നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുമ്പോൾ വളരെ നല്ല കോളേജസ് ചൂസ് ചെയ്താൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, FMG പാസ്സാവൽ പോസിബിൾ ആവുകയുള്ളൂ. നമ്മൾ ഈ MBBS അബ്രോഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന് നമുക്ക് ഒരിക്കലും ഈ ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലോ അല്ല എങ്കിൽ ഈ പറയുന്ന യൂറോ ഏഷ്യൻ കൺട്രികളിലോ മാത്രമായി നമുക്ക് ഒരിക്കലും ഒതുക്കി നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ കൺട്രീസിനെയും കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. സോ നമ്മളിപ്പോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങൾ US, UK, കാനഡ, ഓസ്ട്രേലിയ, UK ഒക്കെ പോലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളുടെ കേസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ആ രാജ്യങ്ങളിൽ പോയിട്ട് കാശ് കൊടുത്ത് MBBS പഠിക്കണമെങ്കിൽ മിനിമം 3 മുതൽ 4 കോടി വരെ നമുക്ക് എന്ത് വരും, മിനിമം ബഡ്ജറ്റ് വരും. ബിക്കോസ് അവിടെ ഫീസ് തന്നെ എന്ത് വരുന്നുണ്ട്, 30 to 40 lakhs മിനിമം ഫീസ് വരുന്നുണ്ട്. 6 വർഷത്തെ ഫീസ് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 2 കോടിക്ക് മുതൽ ട്യൂഷൻ ഫീസ് ഉണ്ടെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ദെൻ ലിവിംഗ് കോസ്റ്റ് കൂടെ ഒക്കെ ചേർത്ത് വരുമ്പോൾ മിനിമം ഒരു 3.5 മുതൽ 4 കോടി ഇല്ലാണ്ട് ഈ പറയുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ നിന്ന് MBBS കംപ്ലീറ്റ് ചെയ്യൽ പോസിബിൾ അല്ല. ഈ സെയിം കേസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് മിനിമം ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 6,500 യൂറോ മുതൽ ഒരു 9,000 യൂറോ വരെയൊക്കെയാണ് മിനിമം ഫീസുകൾ. ഇതൊരു ആവറേജ് ഒരു 9,000 യൂറോ എന്ന് കൂട്ടിയാൽ പോലും നമ്മുടെ ട്യൂഷൻ ഫീസ് മാത്രം എന്ത് വരുന്നുണ്ട്, ഏകദേശം ഒരു 45 to 50 lakhs നമുക്ക് ട്യൂഷൻ ഫീസ് വരും. ലിവിംഗ് കോസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ ഒരു 85 to 90 lakh ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും MBBS പഠിക്കൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള കൺട്രീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന യൂറോ ഏഷ്യൻ കൺട്രീസോ അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളോ മാത്രമാണ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത്. പക്ഷെ അത്തരം രാജ്യങ്ങളിൽ പോയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് നല്ല യൂണിവേഴ്സിറ്റീസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഒരു ക്ലിനിക്കൽ എക്സ്പ്ലോഷർ എന്ന് പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ നന്നായിട്ട് തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.
എന്തുകൊണ്ടായിരിക്കും ഇന്ന് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ നിന്നുള്ള ഡോക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ക്ലിനിക്കലി കാണാത്ത കേസസ് വളരെ വളരെ കുറവായിരിക്കും. എസ്പെഷ്യലി ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇന്ന് വേൾഡിലെ നമ്പർ 1 പോപ്പുലേഷൻ ആയിട്ട് നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. സോ ഇന്ത്യയിലെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ നല്ല ഫെസിലിറ്റി ഉള്ള ഒരു മെഡിക്കൽ കോളേജിലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് അയാളുടെ എൻ്റെ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സിൽ അയാൾ കാണാത്ത ഡിസീസസോ അല്ലെങ്കിൽ അയാൾക്ക് കിട്ടാത്ത ക്ലിനിക്കൽ എക്സ്പ്ലോഷറോ വളരെ വളരെ കുറവ് തന്നെയായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ വിദേശത്ത് പോയിട്ട് കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ക്ലിനിക്കൽ എക്സ്പ്ലോഷർ പ്രോപ്പർലി ഉള്ള കോളേജ് ആണോ എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് മെയിൻ ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ നന്നായിട്ട് കിട്ടണമെങ്കിൽ മെയിൻ ആയിട്ട് വേണ്ട 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ വേണം. പിന്നെ നിങ്ങളുടെ കോളേജ് ഇരിക്കുന്ന രീതിയിൽ നല്ല പോപ്പുലേഷനും ഉണ്ടാവണം. ഓക്കെ, ഇപ്പൊ നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ കോളേജ് ഇരിക്കുന്ന റീജിയൻ ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിനകത്ത് അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിനകത്ത് എടുക്കുന്ന സമയത്ത് 10,000 പേരെ താമസിക്കുന്നുണ്ട് എങ്കിൽ ആ ലോഡ് ഹോസ്പിറ്റൽ വരാനായിട്ട് പോകുന്നില്ല. സോ ഇന്ന് വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റീസും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ ഇത് തന്നെയാണ്. കാര്യം ലാക്ക് ഓഫ് പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ വളരെ കുറവായിട്ടുള്ള രാജ്യങ്ങളാണ്. മേ ബി അവരുടെ ഹോസ്പിറ്റൽസിന് ഫെസിലിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു പോപ്പുലേഷൻ കുറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പ്ലോഷർ എന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. സോ സ്റ്റുഡൻസ് എബ്രോഡ് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പോപ്പുലേഷനും അത് കൂടാണ്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ഉള്ള യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. എനിക്ക് ഇന്ത്യയിലെയും അത് കൂടാണ്ട് വിദേശത്തെയുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും എടുത്തു പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ക്ലിനിക്കൽ എക്സ്പ്ലോഷർ അല്ലെ, എസ്പെഷ്യലി ഇന്ത്യയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെയോ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ക്ലിനിക്കൽ എക്സ്പ്ലോഷർ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. സോ നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ നോക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മെയിൻ ആയിട്ട് പിന്നെ കേട്ടുവരുന്ന ഒരു കാര്യമാണ് റിഗാർഡിംഗ് ദ ബുക്സ്. ഇല്ല, ഇപ്പൊ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബുക്സ് ഏതാണ്. ഇപ്പൊ വിദേശത്ത് പോയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്കാണോ പഠിപ്പിക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യും, പലരും ചോദിക്കുന്നുണ്ട്. പല വീഡിയോസിലും ഞാൻ കാണുന്നതാണ് വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. മെയിൻലി നമ്മളിപ്പോ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യൂസ് ചെയ്യുന്ന ഒരു മാക്സിമം 60 to 70% ബുക്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് തന്നെയാണ്. ഇനി നമ്മൾ വിദേശ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം പോയി പഠിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് കൂടുതൽ സ്റ്റുഡൻസ് ഉള്ള സാഹചര്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കുറവുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് യൂസ് ചെയ്യൽ വളരെ വളരെ കുറവാണ്. നിങ്ങളിപ്പോ UK-ലോ കാനഡയിലോ അല്ലെങ്കിൽ US-ലോ അല്ലെങ്കിൽ ഏതെങ്കിലും EU കൺട്രിയിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് യൂസ് ചെയ്യൽ വളരെ വളരെ കുറവാണ്. നിങ്ങൾ ഏതെങ്കിലും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ യൂറോ ഏഷ്യൻ രാജ്യങ്ങളിലോ പോവുകയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് ആണ്. ബിക്കോസ് അവിടെയുള്ള ടോട്ടൽ ഫോറിൻ സ്റ്റുഡൻസ്, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു 300 സ്റ്റുഡൻസ് ആണ് അവരുടെ ടോട്ടൽ ഫോറിൻ ഇൻടേക്ക് ആണെങ്കിൽ അതിൽ മോർ ദാൻ 200 സ്റ്റുഡൻസ് ഇന്ത്യൻസ് ആണെങ്കിൽ പ്രോബബിലി അവരെന്ത് ചെയ്യും, സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് തന്നെയായിരിക്കും. സോ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് വിദേശത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് അല്ല യൂസ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റുഡൻസ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇന്ത്യയിലെയും വിദേശത്തെയും മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. സോ ഇത് നമ്മൾ ടോട്ടലായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു തിയറട്ടിക്കൽ പാർട്ട് നോക്കുന്ന സമയത്ത് മേ ബി ഇന്ത്യയിലുള്ളതിനേക്കാൾ ഏറെ തിയറി എന്ത് ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ക്ലിനിക്കൽ എക്സ്പ്ലോഷറിന്റെ സൈഡിലോട്ട് വരുമ്പോൾ വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികൾക്ക് എന്തുണ്ട്, ലാക്ക് ഓഫ് ക്ലിനിക്കൽ എക്സ്പ്ലോഷർ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. ബിക്കോസ് പോപ്പുലേഷൻ വലിയൊരു ഫാക്ടറാണ്. അത് കൂടാണ്ട് ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റൽസ് വലിയൊരു ഫാക്ടറാണ്. സോ ക്ലിനിക്കൽ എക്സ്പ്ലോഷർ എന്ന് പറയുന്ന ഒരു കാര്യം നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലംസ് ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾ ടോട്ടലായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏത് രാജ്യത്ത് എടുത്താലും ഇപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണ് ആള് വർക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ഇന്ത്യയിലെ കോളേജിൽ പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനകത്ത് വേറെ ഒരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ അല്ലെ, നമ്മുടെ
നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, ഇത്തരത്തിലുള്ള രോഗങ്ങളൊന്നും നമ്മൾ വിദേശത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ 100% കാണാനായിട്ട് പോകുന്നില്ല. ശരിയല്ല. എസ്പെഷ്യലി ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. ഇവിടെ കാണുന്ന രോഗങ്ങളോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഒരു ഡിസീസസ് പാറ്റേൺസോ ഒന്നും തന്നെ നിങ്ങളിപ്പോ ജോർജിയയിലോ മൾഡോവയിലോ ഉസ്ബെക്കിസ്ഥാനിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ കാണാനായിട്ടുള്ള ചാൻസ് കുറവാണ്. കാണുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. മേ ബി ഇവിടെ 100% ഉള്ള സംഭവം നമുക്ക് അവിടെ ഒരു 70% മാത്രമേ കാണാനായിട്ട് സാധിക്കുള്ളൂ. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇവിടെയുള്ള രോഗികളോട് നമ്മൾ ഇടപഴകുന്ന രീതി, രോഗികളുടെ ഒരു ഹാബിറ്റ് ഇല്ലേ, രോഗികളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദേശത്തുള്ള ആൾക്കാർ അതേ രീതിയിലായിരിക്കത്തില്ല എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതേ രീതിയിലായിരിക്കത്തില്ല അവരുടെ ഒരു റെസ്പോൺസും ബാക്കിയുള്ള കാര്യങ്ങളും. സോ നമ്മുടെ ഒരു ആ ഒരു കാര്യത്തിലും ഒരു ഡിഫറൻസ് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. സോ എനി ഹൗ ഇപ്പൊ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികൾ മോശമാണ് എന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അടച്ചാക്ഷേപിക്കൽ ഒരിക്കലും പോസിബിൾ അല്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. നോബൽ സമ്മാനം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായതിനു ശേഷം ഇന്ത്യയിൽ നിന്ന് ആകെ ഒരേ ഒരു വ്യക്തിക്ക് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മെഡിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിയിൽ എന്ത് വന്നിട്ടുള്ളത്, നോബൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ റഷ്യ എടുക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 7-8 പേർ നേടിയിട്ടുണ്ട്, അമേരിക്കയിൽ 21 പേർ നേടിയിട്ടുണ്ട്. സോ അതായത് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അവിടെയുള്ള മികച്ച യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുക എന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. മികച്ച യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് റെക്കഗ്നൈസേഷൻ നോക്കുക, അത് കൂടാണ്ട് ക്ലിനിക്കൽ എക്സ്പ്ലോഷർ നോക്കുക, ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റീസ് നോക്കുക. സോ ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നതാണ് എന്റെ വിശ്വാസം. സോ മെഡിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.